കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളവാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാത്തു നിൽക്കണമെന്ന് അറിയില്ല. ഉത്സവം 7-ാം ദിവസമായി. അതിൻ്റെ ഉത്സവ ബലികളും അതേപോലെ ശ്രീഭൂതബലിയും ശിവേലിയും ഒക്കെ നല്ല തിരക്കുമാണ്. അപ്പോൾ എന്തായാലും ഭഗവാൻ ആഹ്ലാദത്തിലാണ്, ഭക്തരും ആഹ്ലാദത്തിലാണ്. അതേപോലെ ഗംഭീരമായ പ്രസാദകൂട്ട് നടക്കുന്നു. എല്ലാം കൊണ്ടും നല്ല ഉത്സവം തന്നെയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലിനെയൊക്കെ കണ്ട് അത്തിമര ഗണപതി ക്ഷേത്രത്തിലേക്ക് വരിക. ഗണേശനെ കണ്ട് തൊഴാം. അവിടുന്ന് അങ്ങനെ വന്ന് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അതിനുശേഷം നേരെ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും മുകളിലേക്ക് നോക്കിയ 2 ഗജരാജൻ്റെ കൊമ്പുകളും അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്ത് മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. അതേപോലെ വലത് വശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം, അതേപോലെ നന്നായിട്ടുള്ള മഞ്ഞ കളറും കാണാറുണ്ട് നന്നായിട്ടിങ്ങനെ. അപ്പോൾ ഇങ്ങനെ മുട്ടിൽ നിൽക്കുക. അപ്പോൾ 2 കാലിങ്ങനെ 2 കാൽത്തളകൾ കാണാണ്ട് കാലിങ്ങനെ പുറകിൽ വശത്തേക്ക് വെച്ചിട്ട് മുട്ടിലിങ്ങനെ നിൽക്കണു, എണീച്ച് നിൽക്കണു. അപ്പോൾ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട് പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാലയും ഒരു ഗോപി തിലകം ഒരു മാങ്ങാമാലയും. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കയ്യിൽ വലത്തെ കയ്യിൽ വെണ്ണുരുളിയുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട്. അപ്പോൾ അങ്ങനെ എണീച്ച് നിൽക്കുകയാണ് ആൾ. എണീച്ച് നിൽക്കുക വെച്ചാൽ മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. എൻ്റെ ഉദ്ദേശത്തിലാണെന്നറിയില്ല. എന്തായാലും കഴിക്കുകയല്ല, വെണ്ണൂറിലെ കയ്യിലുണ്ട്. മുഖത്തോ നല്ല പുഞ്ചിരി, കാരണം ഉത്സവമല്ല, അപ്പോൾ ആ പുഞ്ചിരിയാണ്. അങ്ങനെ ആ തിരുനെറ്റിയിലെ ഗോപീതിലകം കാണാണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മുകളിലിങ്ങനെ കിരീടം വെച്ചിട്ടുണ്ട്. മാങ്ങാമാലയുടെ പോലത്തെ അത് തിരുമുടിമാല 2 ഉണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്. അതേപോലെ ഉണ്ടമാല ഒന്നാണ്. ഉണ്ടമാല വലിയൊരു വെളുത്ത പൂവ് തുളസിയായിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു ഉണ്ടമാല. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകളുണ്ട്. അത് തുളസിയുണ്ട്, അതേപോലെ താമരയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ആ ഗുരുവായൂരപ്പനെ കാണുകയാണ്. ആ മുട്ടുകുത്തി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കാണുകയാണ്. കണ്ണനെ കണ്ട് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കേ. വരാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഇവിടെ എത്തി എന്നുള്ള ആ ഒരു സന്തോഷം ഉണ്ടാവും മനസ്സിൽ. നമ്മൾ അവിടെ വന്ന് തൊഴുകയാണെന്നുള്ള ആ ഒരു മനസ്സ് നമ്മുടെ കൂടെ ഇങ്ങനെ വരുമ്പോൾ അവരും എൻ്റെ കൂടെ ഇങ്ങനെ വന്ന് തൊഴുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആ സമക്ഷത്തിലെത്തും. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ തൊഴുത് നമ്മൾ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി ആ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ആ ലീലക്കണ്ണനെ കാണാൻ ചുവരിൻ്റെ മുകളിൽ നോക്കിയാൽ പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മുഖത്തൊന്നും ചന്ദനമൊന്നും ചാർത്തിയിട്ടില്ല. നല്ല ചുവന്ന പട്ട് ഉടുത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് കലർന്ന പട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയും ഇവിടെയൊക്കെ കുറേ സ്വർണത്തിൻ്റെ പൊട്ടുകൾ ഇട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദത്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതിയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് അങ്ങനെ പോരുമ്പോൾ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടെ ഭവതാസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. ആ പഴുക്കാമണ്ഡപം ആണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെ വന്നിട്ട് നിറയെ വെളുത്ത പൂവും തുളസിയും കൂടിയുള്ള പൂവ് കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വരാം.
അത് കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് പോയിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നത് കാണാം. അത് കണ്ട് തൊഴുത് അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമേന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. ശ്രീകൃഷ്ണൻ്റെ അവിടെയും ബലരാമൻ്റെ അവിടെയൊക്കെ ഒന്ന് തുളസിമാലകളുണ്ട്. അതേപോലെ മുരുകൻ്റെ അവിടെയും തുളസിമാല ഉണ്ട്. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് വെറ്റിലമാല ഉണ്ട്. അതേപോലെ കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം ഹനുമാൻ സ്വാമി കണ്ട് തൊഴുത് നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ സ്വർണ്ണ കൊടിമരവും അതിൻ്റെ മുകളിലുള്ള ധ്വജം അങ്ങനെ അതിങ്ങനെ ആടി കളിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ മണിക്കിണറും അതേപോലെ ഭഗവാന്റെ നൃത്താറയും ഭഗവാന്റെ മോളയാറയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഇങ്ങനെ വന്ന് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും ഒക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരാം. പുറത്ത് വന്നിട്ട് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നിന്ന് അമ്മയെ കാണുമ്പോൾ ഗോളക തന്നെയാണ്. മഞ്ഞ പട്ടും ചുവന്ന പട്ടും ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. ആ വെണ്ണക്കണ്ണനെ മുട്ടുകുത്തി നിൽക്കുന്ന വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ ആ ചാക്യാർ കൂത്തായി അത് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ മഞ്ഞ പട്ടാണ്. മുകളിലൊന്നും വേറെ ഇതൊന്നുമില്ല. കിരീടം വെച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ഓരോ ചെറിയ വട്ടത്തിലുള്ള ഇതുണ്ട്, പൊട്ട് പോലെ അത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, കളഭാലങ്കാരമൊന്നുമില്ല. അപ്പോൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് പ്രദർശനം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ പോയിട്ട് ഭഗവാന്റെ ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ രൂപം, ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന രൂപം കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിൽ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് തെക്കേ നടയിലേക്ക് വരുന്നു. തെക്കേ നടയിൽ വന്നിട്ട് ആ കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാം. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയും മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ നമ്മൾ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.